പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സിൽക്കി കോട്ട സാരി കൊണ്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ സാധാ കാണുന്നൊരു മോഡലിലല്ല, ഒരു ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും കൂടെ ഒരു കോമ്പിനേഷനായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് കണ്ട കാണുമ്പോൾ തന്നെ അറിയാം സിൽക്കി കോട്ടയിലാണ്, അതായത് നെറ്റ് കോട്ടയെ തന്നെ നമുക്ക് ഡെയിലി വെയർ ആയിട്ടെല്ലാം യൂസ് ചെയ്യാവുന്ന ഒരു സാരി, വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന സാരിയാണ്. ഇതുണ്ട് സെൻറ്ററിൽ ലൈറ്റ് ഷെയ്ഡും അതിൻ്റെ തന്നെ ഡാർക്ക് ഷെയ്ഡും. ഇതൊരു പർപ്പിൾ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് ഡാർക്ക് ഷെയ്ഡിൽ ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്ന നല്ല രസമുള്ളൊരു സാരി. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. സൈഡിലൊരു ക്രോഷ്യോ ലേസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്, വിത്ത് ബ്ലൗസാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കളറുകൾ കാണാം. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം സാരി തന്നെയാണിത്. ഇതിൻ്റെ ബോഡി പാർട്ടിൽ ഇത് കണ്ടോ, ഈ ഭാഗം വരെ ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. രണ്ട് സൈഡിലുള്ള ബോർഡർ കണ്ടോ, ഇങ്ങനെയാണ് ഈ സാരി ഓൾ ഓവർ വരിക. ഇങ്ങനെ ഇതിൻ്റെ പല്ലുവും വരുന്നു. ഞാൻ 1 ലെയറായിട്ടാട്ടോ ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്കാണ് വരിക. പിന്നെ ഇങ്ങോട്ട് ഫ്ലീറ്റ്സിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഹാഫായിട്ട് ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നു. പിന്നെ ഇതിൻ്റെ വിത്ത് ബ്ലൗസ് എങ്ങനെയാണ് വരിക, ഈ ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലുവിലുള്ള ഡിസൈൻ വരിക. സൈഡിലൊരു ക്രോഷ്യോ ലേസും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1219 ആണ്. ഇതാണ് ഇതിൻ്റെ മറ്റൊരു കളർ കോമ്പിനേഷൻ. ഒരു ഡാർക്ക് ആൻഡ് ലൈറ്റ് കോമ്പിനേഷനിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ ഒരു കളർ കോമ്പിനേഷനിൽ ഈ സാരി സിൽക്കി കോട്ട എനിക്ക് കിട്ടിയത്. ഇങ്ങനെ മുകളിലത്തെ ബോർഡർ സ്വല്പം വീതി കുറഞ്ഞും താഴത്തെ ബോർഡർ വീതിയിലും ആണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ തന്നെയാണ് ഇത് വരിക. ഇതാണ് ഇതിൽ വരുന്ന ഡിസൈൻ. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പല്ലുവിൽ ഫുള്ളായിട്ടും ആ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട്. ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ഫ്ലീറ്റ്സിൻ്റെ ഭാഗം, ഈ ഭാഗത്ത് ഈ ബോഡി പാർട്ടിൽ ഇവിടം വരെ ഈ ഫുള്ളായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് ഹാഫായിട്ട് നമ്മൾ ഫ്ലീറ്റ്സ് എടുക്കുന്ന ഭാഗമാണ്, അതുകൊണ്ട് ഈ ഭാഗത്ത് ആ വർക്ക് വരുന്നില്ല. ഈ ഭാഗത്ത് വരുന്നില്ല. ഇതുണ്ടോ, താഴ്ഭാഗത്ത് ഫുള്ളായിട്ടും ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഇതിലൊരു ക്രോഷ്യോ ലേസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ വിത്ത് ബ്ലൗസ് വരുന്നത്. ഇതിൻ്റെയും സ്ലീവിൻ്റെ എൻഡിൽ ഒരു ക്രോഷ്യോ ലേസ് ആഡ് ചെയ്തിട്ടുണ്ട്. റേറ്റ് വരുന്നത് 1219 ആണ്. ഗ്രേ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. നല്ലൊരു കളർ കോമ്പിനേഷനിൽ തന്നെ ഈ സൈഡ് എന്തുണ്ട്, ബോഡി പാർട്ടിൽ ഫുള്ളായിട്ട് ഇവിടം വരെ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഈ സൈഡിലുള്ള ബോർഡർ വീതി കുറഞ്ഞും ഈ സൈഡിൽ വീതി കൂടിയുമാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് തന്നെ ഇതിന് നല്ലൊരു ഭംഗിയുള്ള ഡിസൈനിൽ തന്നെയാണ് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരിക. പിന്നെ ഫ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയാണ് ഹാഫായിട്ട് തന്നെ ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. ഓൾ ഓവർ ഇങ്ങനെ വരുന്നു. ആണ് ഇതിൻ്റെ പല്ലു. സൈഡിലൊരു ക്രോഷ്യോ ലേസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസായിട്ട് വരിക. അതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ആ ക്രോഷ്യോ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1219 ആണ്. ഇത് ലൈറ്റ് ഗ്രീൻ ആൻഡ് ബോട്ടിൽ ഗ്രീൻ കോമ്പിനേഷൻ, എല്ലാ കോമ്പിനേഷനുകളിലും നല്ല ഭംഗിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഡിസൈനുകൾ നമുക്ക് വളരെ റയറായിട്ട് തന്നെയല്ലേ വന്നിരിക്കുന്നത്. ഇതിന് മുന്നൊക്കെ ഞാൻ ഒത്തിരി തവണ ഈ സിൽക്കി കോട്ടയുടെ ചെയ്തിട്ടുണ്ട്. ഈ തവണയാണ് എനിക്ക് ഇങ്ങനെയൊരു ഡിസൈനിൽ ആദ്യമായിട്ട് തന്നെ കിട്ടിയത്. ഇതിൻ്റെ ഈ മുകളിലത്തെ ബോർഡർ വീതി കുറഞ്ഞും ഇതുണ്ടോ, താഴത്തെ ബോർഡർ വീതിക്കും. അപ്പോൾ നമ്മളിത് ഉടുക്കുമ്പോൾ തന്നെ ഞാനിത് വെയർ ചെയ്ത് ഞാൻ കാണിച്ചല്ലോ, നല്ല ഭംഗിയായിട്ട് നമുക്കിത് വെയർ ചെയ്യാൻ പറ്റും. 1 ലെയറായിട്ട് നമുക്കിതിനെ വെയർ ചെയ്യാൻ പറ്റും. കാരണം ഇത് ട്രാൻസ്പെറൻ്റ് അല്ല, ഇത്രയും ഡിസൈനുകളാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയോ ഇല്ല. പിന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഇങ്ങനെ തന്നെ വരുന്നു. ഹാഫായിട്ട് തന്നെ ആ എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നു. അതുപോലെ എല്ലാത്തിൻ്റെയും ഡിസൈനുകൾ സെയിം തന്നെയായിട്ടാണ് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരിക. സൈഡിൽ ക്രോഷ്യോ ലേസ് ആഡ് ചെയ്തിരിക്കുന്നു. വിത്ത് ബ്ലൗസ് പീസ് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. റേറ്റ് 1219. ഇതാണ് ഇതിൻ്റെ മറ്റൊരു ഷെയ്ഡ്. പീച്ച് ആൻഡ് ഒരു വൈൻ കോമ്പിനേഷനിലാണ് ഇത് വന്നിരിക്കുന്നത്. നമുക്ക് ഈ മഴക്കാലത്തൊക്കെ പെട്ടെന്ന് വെയർ ചെയ്യാനും അതുപോലെ വാഷ് ചെയ്തിടാനും എല്ലാം, അതുപോലെ ഓഫീസ് വെയറായിട്ടും ചർച്ച് വെയറായിട്ടും എല്ലാം യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാരി. അതുമല്ല വെയ്റ്റ്ലെസ്സാണ്. അത് തന്നെ നമുക്കത് എളുപ്പമായിട്ടിരിക്കും. സാരി വെയർ ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന വെയ്റ്റ്ലെസ് തന്നെയാണ്. ഞാൻ പറ്റുന്നിടത്തോളം അങ്ങനെ തന്നെയാണ് ഞാൻ കൊണ്ടുവരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലുവിൽ വരിക. ഇങ്ങനെയാണ് പല്ലു ഫുള്ളായിട്ടും വരുന്നത്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനായിട്ട് തന്നെയാണ് വരുന്നത്.
അതിൻ്റെ ആ ഡാർക്ക് കളറിൽ എല്ലാത്തിൻ്റെ അങ്ങനെ തന്നെയാണ്. ലൈറ്റ് ഷെയ്ഡിൽ തന്നെ അതിൻ്റെ സെൻറ്റർ പോർഷനിൽ വരുന്നു ഡാർക്ക് ഷെയ്ഡ്, 2 സൈഡിലെ ബോർഡർ വരുന്നു. അത് തന്നെ ബ്ലൗസുമായിട്ടാണ് വരിക. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. സ്ലീവിൻ്റെ എൻഡിൽ ചെറിയൊരു ക്രോഷ്യ ലേസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇങ്ങനെയാണ് ഫ്ലീറ്റ്സിൻ്റെ ഭാഗം വരിക. അപ്പോൾ ഞാൻ ഇതിൻ്റെ പല ഷെയ്ഡുകൾ കാണിച്ചു. ഇതിലേതാ ഇഷ്ടമെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക.